ഇനി വിപണി വിലയിരുത്തലുമായി ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ ദിലീപ്, ഇന്നും നാളെയും വിപണി അവധിയാണ്. ഇനി തിങ്കളാഴ്ചയാണ് പുനരാരംഭിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിച്ചത്. തിങ്കളാഴ്ച എങ്ങനെയായിരിക്കും വിപണി പുനരാരംഭിക്കുക? വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വിപണിയിൽ കണ്ടത്. നാളിതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഏറ്റക്കുറച്ചിലുകൾ വിപണിയിൽ പ്രകടമായിരുന്നു. ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിൽ സൂചന നൽകിയിരുന്നത് വിപണി ആ ഒരു നിലവാരത്തിൽ ക്രമപ്പെടുമെന്നും അങ്ങനെ ക്രമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധ്യത ആ നിലവാരത്തിന് മുകളിലേക്ക് നീങ്ങുക എന്നുള്ളതായിരുന്നു. ആ ഒരു രണ്ട് സാഹചര്യങ്ങളും മറിഞ്ഞുകൊണ്ട് തന്നെ വ്യാഴാഴ്ച വലിയൊരു വിൽപ്പനയിലേക്ക് വിപണി നീങ്ങി. പ്രത്യേകിച്ച് ബുധനാഴ്ച അവസാനിച്ച വ്യാപാരത്തിൽ US ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നുള്ള സാധ്യത നൽകിക്കൊണ്ട് പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞു കാണിച്ചതിൻ്റെ ഒരു വലിയൊരു പ്രതിഫലനം അനുകൂലമായി ആഗോള വിപണിയിൽ ഉണ്ടായെങ്കിൽ ആ ഒരു സാധ്യത നമ്മുടെ വിപണിയിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിൽപ്പനയ്ക്ക് നീങ്ങുകയും ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുള്ള വിൽപ്പന ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അതിനൊക്കെ വിപരീതമായിക്കൊണ്ട് ആഴ്ചയിലെ അവസാന ദിവസമായി ഇന്നലെ വലിയൊരു നേട്ടത്തിലേക്ക് വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുമെന്ന് തന്നെയാണ്. വാരാന്ത്യം നോക്കുകയാണെങ്കിൽ മുൻനിര സൂചിയായ സെൻസെക്സ് 0.7%, നിഫ്റ്റി 0.4% ഉയർന്നത്. എന്നാൽ രണ്ടാം തര ചെറുകിട ഓഹരികളിൽ കാര്യമായ മാറ്റം ഉണ്ടായതുമില്ല. വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ തുടരാൻ തന്നെയാണ് സാധ്യത. മുൻനിര സൂചികയായി നിഫ്റ്റി 24,500, 25,000 എന്നുള്ള ഒരു നിലവാരം തന്നെയായിരിക്കും നീങ്ങുക. 24,800 ഭേദിക്കുകയും 25,000 മുകളിലേക്ക് വ്യാപാരം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഏറ്റക്കുറച്ചിലുള്ള വ്യാപാരം തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും വരുന്ന ആഴ്ചയിലും ആഗോള സാഹചര്യങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും തന്നെയായിരിക്കും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകം.